ഇന്ന് ഞാൻ ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി കുറച്ച് ചക്കക്കുരുവും ഒരു 2 ക്യാരറ്റും എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ചക്കക്കുരു നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം. ഈ തൊലി എടുക്കണമെന്നില്ല, ഞാനിതും കൂടി എടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 10 ചക്കക്കുരു ഉണ്ട്. അതിൻ്റെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി ക്യാരറ്റും ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് വേവുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ലേശം ഉപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടി ഒരു 2 സ്പൂൺ തേങ്ങ ഇടുന്നുണ്ട്, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇടയ്ക്ക് ചക്കക്കുരു ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് വീണ്ടും മൂടി വെച്ച് വേവിക്കണം. ചക്കക്കുരുവും ക്യാരറ്റും വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചെറിയ തീയിൽ മൂടി വയ്ക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർത്ത് 1 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ ചക്കക്കുരുവും ക്യാരറ്റും കൂടിയുള്ള തോരൻ റെഡിയായി. ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.